അല്ല, ഇത് സംബന്ധിച്ച് 3 മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ അന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് കോൺഗ്രസ് പാർട്ടി സമീപകാലഘട്ടത്തിലെങ്ങും നമുക്ക് മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള കൃത്യമായ നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുമുണ്ട്. അപ്പം അതിനുശേഷം ഒരു പ്രത്യേക ഒരു കാര്യമുണ്ടെന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല. പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് പോലീസ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതിനപ്പുറമായിട്ട് ഒന്നും പറയാനില്ല. അല്ല, അതിനിപ്പോ നമ്മളിപ്പോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് നിലവിലുള്ള വിഷയം എന്ന് പറയുന്നത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാരാ? പോലീസാണ്. അപ്പൊ അതിനകത്ത് അത് അത്തരം നടപടികൾ അതിന്റെ യഥാവിധി അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതല്ലല്ലോ ഇപ്പം. അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഉള്ള ചോദ്യങ്ങൾ പോലും പ്രസക്തമല്ല. ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതിന്മേലുള്ള അന്വേഷണം നടന്നു പോട്ടെ. അല്ല, അതിനെ സംബന്ധിച്ചല്ലല്ലോ. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇപ്പോൾ ഇല്ല. അത് ആദ്യമേ തന്നെ ആ പരാതിയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ പുറത്തു വരട്ടെ. അല്ല, ഇത് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ആ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരാതിന്മേൽ അന്വേഷണം നടക്കട്ടെ. അല്ല, അത് ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല. അത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഇത് ഒരു അതിജീവിത എന്നുള്ളതല്ല, ആരെയും അധിക്ഷേപിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇത് എത്രയോ പേരെ അധിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കാര്യം പറയുന്ന ആളുകൾ ഏതെല്ലാം തരത്തിൽ ആരെയൊക്കെ നമ്മൾ മഹാനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ വേട്ടയാടിയത് നിങ്ങൾ മറന്നോ? അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചത് നിങ്ങൾ മറന്നോ? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് ഈ മാധ്യമങ്ങളുടെ മുന്നിലടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം CPM പിച്ചി ചീന്തിയത് നിങ്ങൾ മറന്നോ? അപ്പൊ അധിക്ഷേപം എന്ന് പറയുന്നത് ആർക്കെതിരെയാണെങ്കിലും അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു. ഇത്തരം കാര്യങ്ങളും കൂടി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കണമെന്നുള്ള വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് വെക്കാനുള്ളത്. അല്ല, പാർട്ടിക്ക് മുന്നിൽ കൃത്യമായ നിലപാടുള്ള ആളുകളാ. CPMന്റെ വനിതാ പ്രവർത്തകരെയോ നേതാക്കളെയോ ഒന്നും പോലെയല്ല. നമ്മളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടുകൾ പാർട്ടിക്ക് അകത്തും പുറത്തും കൃത്യമായി തന്നെ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കോടതിയെ പോലും നാട് കടത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാര്യങ്ങൾ ആ രീതിയിൽ എടുക്കുക എന്നുള്ള ഇരട്ടത്താപ്പ് ഞങ്ങളെ സംബന്ധിച്ചില്ല. അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഏറ്റവും കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത് അവകാശപ്പെടാനുമില്ല. അതിനെ സംബന്ധിച്ച് മറുപടി കൃത്യമായിട്ട് പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിശദീകരണം വേണമെങ്കിൽ അദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ്.